പൊതുവേ ഞങ്ങൾ ശനിയാഴ്ചയാണ് ഗ്രോസറി ഷോപ്പിങ്ങിന് ഇറങ്ങാറ്. വേറൊന്നും കൊണ്ടല്ല, അന്നൊരു ദിവസമേ ഒഴിവുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിന്ന് തുടങ്ങാം കേട്ടോ. ഒരു ഇഞ്ചി കഷ്ണം എടുത്ത് അങ്ങ് വെച്ചു, നമ്മൾ ബില്ലടിച്ച് അങ്ങ് ഒട്ടിച്ചു. ഇത് പെനിയിലും ലിഡിലാണെങ്കിൽ ആവശ്യമില്ല. പക്ഷെ നമ്മളിന്ന് വന്നിട്ടുള്ളത് ജർമ്മനിയിലെ ബിഗ് ബസാറിലാണ്, അതായത് കൗഫ്ലാൻഡിൽ. അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിൽ പോയി. ഇത് കോഫി സെക്ഷനാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കോഫീസ് കിട്ടും. പക്ഷേ എൻ്റെ കണ്ണുടക്കിയത് ഈ സാധനത്തിലാണ്, കിറ്റ് കാറ്റ്. പക്ഷെ 5.49 എടുത്തില്ല. പിന്നെ നമ്മൾ മീനിൻ്റെ സെക്ഷനിൽ പോയി. എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് വെച്ച് പോയതാണ്, ശനിയാഴ്ചയൊക്കെ അല്ലേ. പക്ഷെ ഒന്നും കിട്ടിയില്ല, നിരാശ മാത്രം. പെട്ടെന്ന് എറിഞ്ഞപ്പോൾ ഇത് കൊഴുകട്ടയായിട്ട് തോന്നി, പക്ഷെ അതൊന്നും അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ചിക്കൻ്റെ അവിടേക്ക് വന്നു. ഇവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് ഓർത്തു, പക്ഷെ ഒന്നും കിട്ടിയില്ല. ആകെ കണ്ടത് ഈ ചിക്കൻ നഗറ്റ്സാണ്, അതും €6. എല്ലാ ദിവസവും ചിക്കൻ നഗറ്റ്സ് കഴിക്കാൻ പറ്റില്ലല്ലോ, സോ അതും അങ്ങ് എടുത്തില്ല. പിന്നെ സോസേജസ് ഒക്കെ നോക്കി, പക്ഷെ വലിയ ലാഭമൊന്നും കണ്ടില്ല. പിന്നെ നമ്മൾ പിസ്സയുടെ അവിടെ പോയി. പിസ്സ കഴിച്ച് ആശടക്കാന്നങ്ങ് ഓർത്തു. അങ്ങനെ പിസ്സ തപ്പി ഇറങ്ങി. ലിഡിലിനേക്കാളും പെനീനേക്കാളും ഇവിടെ കുറച്ചും കൂടി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 2 പിസ്സ എടുത്തു. രണ്ടിൻ്റെയും ഗ്രേഡ് ഡിഫറൻ്റ് ആണ്, ഒന്ന് ബിയും ഒന്ന് സിയും. പക്ഷെ തൽക്കാലം അങ്ങോട്ട് എടുത്തു. പിന്നെ ഓടി വന്ന് ഈ ചിപ്സ് എടുത്തു. നാട്ടിൽ നിന്ന് ചിപ്സ് മിസ് ചെയ്യണവർക്ക് ഇത് കഴിക്കാം, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും പോയി ഏഷ്യൻ്റെ ഈ സെക്ഷനിലേക്ക് വന്നു. ഇവിടെ നിന്ന് തൽക്കാലം ഒന്നും എടുത്തൊന്നുമില്ല, പക്ഷെ തരാ പോരാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ ഈ വോഫിൾസ് എടുത്ത് അങ്ങ് സമാധാനിച്ചു. പെട്ടെന്ന് നടന്നപ്പോഴാണ് ഈ സാധനം കണ്ടത്. ഇത് ഇവിടെ അധികം കാണാൻ കിട്ടാത്തൊരു സാധനമായി, ഗീ. പക്ഷെ €6. പെട്ടെന്ന് നടന്നപ്പോൾ ഇതങ്ങ് സ്ട്രൈക്ക് ചെയ്തു. €16 ജാക്ക് ഡാനിയൽസ്, അല്ല €15. പിന്നെ ഈ പഴം അങ്ങ് എടുത്തു തിരിച്ച് വീട്ടിലേക്ക് നടന്നു. അങ്ങനെ ഒരു ബാഗ് സാധനമായി നമ്മൾ എത്തി. ഈ പിസ്സ ചൂടാക്കി കഴിച്ചു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ശുഭം.